അങ്ങനെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. പിങ്ക് മെലസ്റ്റോമ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിന് നഴ്സറിക്കാർ കൊടുത്തത് വയലറ്റ് മെലസ്റ്റോമ തന്നെയാണ്. വെരിഗേറ്റഡ് ലീഫ് ആയതുകൊണ്ട് മറ്റേ ഇവിടെ നമ്മുടെ നോർമൽ മെലസ്റ്റോമിനേക്കാളും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പിങ്ക് ആയിരിക്കാം എന്നുള്ളതിലാണ് വാങ്ങിയത്. അപ്പോൾ ഈ മുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേപോലെ മുട്ടുകൾ കുറച്ച് വലുതൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ പിങ്ക് തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലുണ്ടായിരുന്നു. നമ്മൾ നട്ടില്ല. അപ്പോൾ ഒരു 2-3 ദിവസം നടാണ്ട് ഇങ്ങനെ ഇരുന്ന കേട്ടോ. ഇപ്പോൾ നോക്കിയപ്പോൾ അതിൽ വയലറ്റ് കളർ പൂ വിരിഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വയലറ്റ് കളർ നല്ല ഭംഗിയുള്ള വയലറ്റ് ആണ്. നമ്മൾ പിങ്കാണ് ആഗ്രഹിച്ചെങ്കിലും ഒരു വെരിഗേറ്റഡ് വയലറ്റ് ഇരുന്നോട്ടെ അല്ലേ. അപ്പോൾ ഇത് നടാൻ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ നമ്മൾ വഴിയോട് ചേർന്നാണ് മറ്റേ വയലറ്റ് നട്ടേക്കുന്നത്. അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിലായിക്കോട്ടെ എന്ന് പറഞ്ഞ് മുറ്റത്തിനോട് ചേർന്നിട്ട് അവിടെ വഴുതന ചെടിയും പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയൊക്കെ നട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി നടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ വെച്ചിട്ട് അമ്മ അവിടെ കുഴി എടുക്കുന്നുണ്ട്, കൈക്കോട്ടൊക്കെ വെച്ചിട്ട്. ഇത് നടാനുള്ള കുഴിയുണ്ട്, മണ്ണിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വിചാരിച്ചു നമ്മൾ മുറ്റമൊന്നും ശരിയാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വല്ല ഗ്രോ ബാഗിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ചിലപ്പോൾ പിടിച്ച് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശരി നമ്മൾ ഡയറക്റ്റ് മണ്ണിലോട്ട് തന്നെ നടാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കണ്ടെത്തി. അതിൻ്റെ കവറൊക്കെ പൊട്ടിക്കുന്ന കോലമാണ് കേട്ടോ കാണുന്നത്. മെല്ലെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ട് പൊട്ടിച്ചെടുത്താണ്. വേണ്ട അമ്മ അവിടെ കൈക്കോട്ട് കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ കേട്ടോ മോളതിൻ്റെ ഇടയിൽ കൂടെ നടക്കുവാണ്. അവൾ 1.25 വയസ്സായി. ഇപ്പോൾ ചെറുതായിട്ട് മുറ്റത്തൊക്കെ നടക്കാൻ തുടങ്ങി. മുറ്റത്ത് നമ്മൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ താഴെ ഇറങ്ങാൻ വേണ്ടി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. കല്ല് മണ്ണൊക്കെ വാരി കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ അടുത്തുള്ള വയലറ്റ് മെലസ്റ്റോമ. നിറയെ പൂക്കളും നിറയെ മുട്ടുകളുമായിട്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്താതെ പൂത്തുകൊണ്ടേയിരിക്കുന്ന മെലസ്റ്റോമ കേട്ടോ. ഫസ്റ്റ് പിടിച്ച് ഒരു പ്രാവശ്യം ഇതേപോലെ നമ്മൾ വാങ്ങിയിട്ട് വെച്ചതൊന്നും പിടിച്ച് കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇത് നല്ല സൂപ്പറായി പിടിച്ച് നല്ല സൂപ്പറായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കണ്ടോ. അതിൻ്റെ കൂടെ ഒരു ചെണ്ടുമല്ലിയും കൂടെ വളർന്നിരിക്കുവാണ്. അതിൽ പൂവ് ഉണ്ടാവാൻ തുടങ്ങി. മഞ്ഞ കൊണ്ട ചെണ്ടുമല്ലിയാണ് കേട്ടോ. അപ്പോൾ വേണ്ട നല്ല സൂപ്പറായിരിക്കുന്നു. അപ്പോൾ മറ്റേ ചെടി ഇങ്ങനെ വളർന്നു എന്ന് നമ്മുടെ വീടിന് മുന്നിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ അല്ലേ. അപ്പം നല്ല ഭംഗിയിലാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. വേണ്ട നല്ല ഭംഗിയാണ് മെലസ്റ്റോമയുടെ പൂ കാണാൻ. നല്ലൊരു വയലറ്റ് കളറ്. വെള്ളം കൊടുക്കണം കേട്ടോ. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് വെള്ളം ഒത്തിരി ആവശ്യമില്ല അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ രാവിലെ വൈകുന്നേരം ഇപ്പോൾ ചൂട് കാലത്ത് നന്നായി നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഈ പൂക്കളൊക്കെ അങ്ങോട്ട് ഉഷാറില്ലാണ്ടാവാറുണ്ട് കേട്ടോ.